സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും ആലത്തൂർ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് ആ സീറ്റ് നിലനിർത്തുമോ, അതോ സി പി എമ്മിൻ്റെ ഏറ്റവും ഗംഭീരനായ ഒരു സ്ഥാനാർത്ഥി, സി പി എമ്മിൻ്റെ ഏറ്റവും ജനപ്രിയ നേതാവായ കെ രാധാകൃഷ്ണൻ, അവിടെ മന്ത്രി കെ രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി, കെ രാധാകൃഷ്ണൻ മണ്ഡലം തിരിച്ചു പിടിക്കുമോ? അതായത് കുറേ കാലങ്ങളായിട്ടുള്ള സി പി എമ്മിൻ്റെ ആഗ്രഹമാണ് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് വെച്ചാൽ. കഴിഞ്ഞ ടൈമിൽ അത് യു ഡി എഫ് കൊണ്ടുപോയി, അത് തിരിച്ചു പിടിക്കണം, അങ്ങനെയുള്ള വലിയ ശ്രമം നടക്കുന്നു. തൊട്ടിപ്പുറത്ത് എൻ ഡി എക്കും ഒരു ശ്രദ്ധേയമായ സ്ഥാനാർത്ഥി സാന്നിധ്യം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഡോക്ടർ ടി എൻ സരസു അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും റിട്ടയേർഡ് പ്രൊഫസറാണ്, കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അവർക്ക് SFI കുഴിമാടം തീർത്തതൊക്കെ വലിയ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ അവരെ ഫോണിൽ വിളിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. അങ്ങനെ 3 പേരുടെയും സ്ഥാനാർത്ഥിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ മറ്റു പല ലോക്സഭാ മണ്ഡലങ്ങളിലെയും പോലെ തന്നെയാണ് ആലത്തൂരിലെ ഇത്തവണത്തെ പോളിംഗ് നടന്നത് എന്നതാണ് എടുത്തു പറയാനുള്ളത്. അതായത് കഴിഞ്ഞ തവണത്തെക്കാളിൽ പോളിംഗ് ശതമാനം കുറവാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല 39,011 വോട്ടുകൾ ഇത്തവണ 2019 കുറവാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് മുന്നണികളുടെ കണക്കുകൾ തെറ്റിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതായത് 6.91% വോട്ടാണ് കുറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 80.33 പോളിംഗ് നടന്നപ്പോൾ അവിടെ യു ഡി എഫിന് വലിയ ഭൂരിപക്ഷമായിരുന്നു. 1.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് യു ഡി എഫ് ആ മണ്ഡലം പിടിച്ചത്. അതായത് LDFിൻ്റെ ഉരുക്കു കോട്ടയാണ് ആലത്തൂർ എന്ന് എല്ലാ കാലത്തും അവർ പറയുകയും ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അവിടെ ജയിക്കുകയും ഒക്കെ ചെയ്തിരുന്ന LDFിൻ്റെ ഏറ്റവും ശക്തമായ മണ്ഡലം. അതായത് UDFന് ഒരു തരത്തിലും തിരിഞ്ഞു നോക്കാൻ പോലും ആകാത്തൊരു മണ്ഡലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് UDFിലേക്ക് ചാഞ്ഞത് എന്നുള്ളതാണ്. നമുക്കറിയാം സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മറ്റു പല മണ്ഡലങ്ങളിൽ ഇല്ലാത്തതുപോലെ 1.5 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് ഇത്തവണ അവിടെ കഴിഞ്ഞ തവണ അവിടെ രമ്യ ഹരിദാസിന് ഭൂരിപക്ഷമുണ്ടായിരുന്നത്. രമ്യ ഹരിദാസ് എന്ന കന്നി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളാണ് അവിടെയുള്ളത്. നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വന്നാൽ എല്ലായിടത്തും LDF ഭരിക്കുന്നു. CPMന് കാര്യമായ മെജോറിറ്റി, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലായിടത്തും അതായത് കോൺഗ്രസ് ജയിച്ചിരുന്ന അനിൽ അക്കര ജയിച്ചിരുന്ന വടക്കാഞ്ചേരി പോലും CPM കൊണ്ടുപോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ CPMന് വീണ്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമായി അവിടെ മാറുന്നുണ്ട്. പൊളിറ്റിക്കലി അതൊരു CPM മണ്ഡലമാണ് എന്ന് തന്നെ തെളിയിക്കപ്പെടുന്നു. പക്ഷേ ഇത്തവണ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ പഴയ പാറ്റേണിലേക്ക് അവിടെ എത്തുമോ? രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിക്ക് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു എന്നവർ പറയുകയാണ്. കേരളത്തിലെ ഏറ്റവും മോശം സ്ഥാനാർത്ഥികളിലൊന്നാണ്, ഏറ്റവും ആൻറ്റി ഇൻകംബൻസി ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് എന്ന ആരോപണം CPM അത്തരം പ്രചരണങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തിയിരുന്നു. ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, അത് ഏതാണ്ട് 1700 കോടിയോളം രൂപ അവർ കൊണ്ടുവന്നു എന്ന് അവർ അവകാശപ്പെടുമ്പോൾ MB ഫണ്ട് അത്രയും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രമ്യ ഹരിദാസിനെ CPM കളിയാക്കുന്ന കാഴ്ചയും കണ്ടു. പക്ഷെ അത് കേന്ദ്ര പദ്ധതികളുടെ കാര്യം കൂടി ചേർത്താണ് എന്നൊക്കെയായിരുന്നു രമ്യയുടെ മറുപടി. എന്തായാലും ഇത്തവണ TN സരസു എന്ന BJP സ്ഥാനാർത്ഥി വന്നതും കഴിഞ്ഞ തവണ ഇല്ലാത്തതിനെക്കാട്ടിൽ വളരെ കൗതുകകരമായ രാഷ്ട്രീയമാണ്. ഏതാണ്ട് 80,000 വോട്ടാണ് കഴിഞ്ഞ തവണ TV ബാബു BDJSൻ്റെ മുതിർന്ന നേതാവ് അവിടെ നേടിയെടുത്തത്. BJPക്ക് അത്രത്തോളം വോട്ടൊന്നും ഇല്ലാത്ത, വളരെ പ്രവർത്തനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെയാണ് TN സരസുവിനെ കൊണ്ടുവരുന്നു. TN സരസു ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിലൊന്നാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും കരുവന്നൂരടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തതാണ്. അത് വലിയ വൈറലാകുകയും അങ്ങനെ TN സരസുവിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ പ്രധാനപ്പെട്ടതായി മാറി. പ്രധാനമന്ത്രി കുന്നംകുളത്തെ പരിപാടിയിലെത്തിയപ്പോൾ അവിടെ ആലത്തൂരിന് വേണ്ടി പ്രധാനമന്ത്രി എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
തൃശ്ശൂരിനും വേണ്ടി കൂടി എത്തിയെങ്കിലും പക്ഷേ ആലത്തൂർ മണ്ഡലത്തിൽ തന്നെ എത്തുന്നു. അവിടെ ടി എൻ സരസു അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് വിങ്ങലോടെ നിൽക്കുന്ന കാഴ്ചയൊക്കെ കണ്ടതാണ്. അത്രത്തോളം പ്രാധാന്യമുള്ളൊരു മണ്ഡലമാക്കി BJP ആലത്തൂരിനെ ഉയർത്തി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും നമ്മൾ നേരെ ഇനി അവലോകനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഇത്തവണത്തെ പോളിങ്ങിൽ സംഭവിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക മേഖല ഉൾപ്പെടുന്നൊരു പ്രദേശമാണ്. അതായത് നെൽപ്പാടങ്ങളും വിവിധ തരം കൃഷികൾ, സാധാരണക്കാരായ കള്ള് ചെത്ത് തൊഴിലാളികളും ഒക്കെ ഉൾപ്പെടുന്ന വളരെ സാധാരണക്കാരുടെ ഒരു മണ്ഡലമാണ്. ആലത്തൂരിൽ നിന്ന് ആകെ ഒരു ആവറേജ് എടുത്താൽ, വോട്ടർമാരുടെ ആവറേജ് എടുത്താൽ നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും ആ മണ്ഡലത്തിൽ എന്തായിരിക്കും പ്രതിഫലിക്കുക. കാരണം ആ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് ഒരു മന്ത്രിയെ തന്നെ, അതായത് കേരളത്തിൽ വലിയ ഭരണവിരുദ്ധ പ്രതിച്ഛായൊന്നുമില്ലാത്ത കെ രാധാകൃഷ്ണൻ എന്ന ജനകീയ മന്ത്രിയെ തന്നെ കളത്തിലിറക്കാൻ അവർ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷെ കെ രാധാകൃഷ്ണനിലൂടെ മറികടക്കാൻ കഴിയുന്നതാണോ സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും അതേപോലെ ഏറ്റവും കഴിഞ്ഞ വർഷത്തെ 1,00,000 ഭൂരിപക്ഷവും എന്നൊക്കെയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് നമ്മൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്, ഇതൊരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ തെരഞ്ഞെടുപ്പാണെങ്കിലും ആലത്തൂരിൽ പ്രതിഫലിക്കാൻ സംസ്ഥാന രാഷ്ട്രീയം തന്നെ കാരണമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ കർഷക തൊഴിലാളികൾ നെല്ല് ഏറ്റെടുക്കുന്നതടക്കം, സപ്ലൈകോ വഴിയുള്ള സപ്ലൈ അടക്കം, നെല്ലിൻ്റെ താങ്ങുവില ലഭിക്കാത്തതടക്കമുള്ള, താങ്ങുവില എന്നത് അതായത് സംഭരണ വില ലഭിക്കാത്തതടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കർഷകർ സംസ്ഥാനത്തുടനീളം ആത്മഹത്യ ചെയ്യുന്നത് ആലത്തൂരിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നൊരു പ്രശ്നമാണ് നെല്ലിൻ്റെ കാർഷിക പ്രശ്നങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിറ്റൂർ ഉൾപ്പെടെ കള്ള് ചെത്തു തൊഴിലാളികളുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണത്. അത്തരം തൊഴിലാളികളെ ബാധിക്കുന്ന ക്ഷേമ പെൻഷനുകൾ, സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ക്ഷേമ പെൻഷനുകളിൽ സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയാത്തത്, അത് കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഗവൺമെൻറ്? ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, അതായത് ഇതിന് പോലും ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ കഴിയാത്ത നവകേരള സദസ്സ് പോലെ വമ്പൻ പരിപാടിയൊക്കെ നടത്തിപ്പോയ ഒരു സർക്കാരിനൊപ്പം അവിടുത്തെ അനുഭാവികൾ തന്നെ നിൽക്കുമോ എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്നാണ് കരുവന്നൂർ വിഷയം. ആ മണ്ഡലത്തിൽ BJP ആണെങ്കിലും ചർച്ചയാക്കി. കരുവന്നൂർ ഉള്ള സമയത്ത് കെ രാധാകൃഷ്ണനൊക്കെ ആ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ആളാണ് തട്ടിപ്പ് നടക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ CPM ജില്ലാ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അത്തരം വിഷയങ്ങൾ ആ മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ BJPക്കും പ്രധാനമന്ത്രി പറഞ്ഞതോടെ BJP ആണ് അതിൽ ഒരു പരിധിവരെ അപ്പർ ഹാൻഡ് എടുത്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അത് രാധാകൃഷ്ണൻ്റെ പ്രതിച്ഛായയെ ഒരു പരിധിവരെ, അതല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രതിച്ഛായയെ ഒരല്പം ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, രാധാകൃഷ്ണനോട് ഇഷ്ടമുള്ളവർ പോലും ചിലപ്പോൾ രാധാകൃഷ്ണന് വോട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാധാകൃഷ്ണൻ വോട്ട് നേടി ഡൽഹിയിലെത്തിയിട്ട് എന്ത് കിട്ടാനാണ്? സംസ്ഥാന മന്ത്രിയായി, ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുന്ന ഒരാൾ, വളരെ പിന്നോക്ക സമുദായത്തിൽ നിന്ന് എത്തി ഇപ്പോഴും വളരെ സാധാരണമായ ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വെറും ഒരു MP ആക്കി ഡൽഹിയിൽ വിട്ടിട്ട് എന്ത് കിട്ടാനാണ്? അതേസമയം തന്നെ അദ്ദേഹം ഇവിടെ ഇതേ മന്ത്രിയായി തുടരണമെന്ന് ഏതെങ്കിലുമൊക്കെ CPM പ്രവർത്തകർ ആഗ്രഹിച്ചാൽ അതിനെ അവർക്ക് കുറ്റം പറയാൻ കഴിയുമോ? രാധാകൃഷ്ണനെ സ്നേഹിക്കുന്നവർ ഒരുപക്ഷെ രാധാകൃഷ്ണന് വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയും അവിടെ CPM സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാധാകൃഷ്ണന് ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യഘട്ടത്തിൽ പ്രചരണത്തിലൊക്കെ കോൺഗ്രസ് വളരെ പിന്നിലാണെങ്കിലും പിന്നീട് മികച്ച പ്രചരണം നടത്താനും കോൺഗ്രസ്സിന് സാധിച്ചു. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സരസുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ SFIക്കെതിരായ വികാരം ആ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ NDAക്കും കഴിഞ്ഞു. അങ്ങനെ ഇടതുപക്ഷത്തിന് അവിടെ സാധ്യത ഒട്ടും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതായത് കെ രാധാകൃഷ്ണൻ തോൽക്കുകയും രമ്യ ഹരിദാസ് ആലത്തൂർ നിലനിർത്തുകയും ചെയ്യും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞ തവണ 1,00,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ 40,000 വോട്ടുകളോളം കുറവുണ്ടെങ്കിൽ പോലും
സാമാന്യം ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് അവിടെ ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അത് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.